ഹായ്, വെൽക്കം ഓൾ ടു ദി സെഷൻ. ഇന്ന് ഞാൻ ഇവിടെ എടുക്കുന്ന MCS 220 ബ്ലോക്ക് 1 യൂണിറ്റ് 1 സെക്കൻഡ് പാർട്ടാണ്. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് പാർട്ട് എടുത്തായിരുന്നു. അതിനകത്ത് ഇൻട്രൊഡക്ഷൻ ടു J2 ആർക്കിടെക്ചർ ആൻഡ് ഡിസൈൻ പാറ്റേൺ, ഡിഫറെന്റ് ഡിസൈൻ പാറ്റേൺസ് ആണ് നമ്മൾ ഡീറ്റെയിൽ പറഞ്ഞത്. ഡീറ്റെയിൽ എന്ന് വെച്ചാൽ കോഡിംഗ് കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് അതെന്താണ് നമ്മൾ ഇൻട്രൊഡക്ഷൻ ചെയ്തു. അതായത് ഡിസൈൻ പാറ്റേൺസ് 3 തരത്തിലുണ്ട്: സ്ട്രക്ചറൽ, ബിഹേവിയറൽ ആൻഡ് ക്രിയേഷണൽ. അങ്ങനെ 3 ഡിസൈൻ പാറ്റേൺസ് ഉണ്ട്. അതിനകത്ത് വരുന്ന 23 ഡിസൈൻസ് ആ വരുന്നത് ആ ഡിസൈൻ പാറ്റേൺസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതിനകത്ത് കുറച്ച് 2-3 ഡിസൈൻ പാറ്റേൺസ് നമ്മൾ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോവാണ്. അതായത് സിംഗിൾട്ടൺ ഡിസൈൻ പാറ്റേൺ, ഫാക്ടറി ഡിസൈൻ പാറ്റേൺ, അതുകൂടാതെ റിപ്പോസിറ്ററി ആൻഡ് MVC ഡിസൈൻ പാറ്റേൺ. അങ്ങനെ 4 ഡിസൈൻ പാറ്റേൺസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഒരു പാർട്ട് 2 കവർ ചെയ്യാൻ പോവുകയാണ്. അതുകൂടാതെ എങ്ങനെയാണ് ഡിപ്ലോയ് ചെയ്യുന്നത്, ജാർ വാർ ഫയൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങളും കൂടിയാണ് നമ്മൾ ഈ ഒരു പാർട്ട് 2 നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിന്റെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് MVC ഡിസൈൻ പാറ്റേൺ. ഞാൻ പറഞ്ഞതുപോലെ MVC ഡിസൈൻ പാറ്റേൺ ഉണ്ട്, റിപ്പോസിറ്ററി ഡിസൈൻ പാറ്റേൺ, സിംഗിൾട്ടൺ ഡിസൈൻ പാറ്റേൺ, ഫാക്ടറി ഡിസൈൻ പാറ്റേൺ. ഡിസൈൻ പാറ്റേൺ നമ്മൾ ഓൾറെഡി പഠിച്ചു. അതിനകത്ത് ക്രിയേഷനിൽ വരുന്ന സിംഗിൾട്ടനും ഫാക്ടറിയും നമ്മൾ അവിടെ പറഞ്ഞിരുന്നില്ല. അതിന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യും. ദെൻ MVC ആണ് റിപ്പോസിറ്ററി. MVC എന്ന് പറഞ്ഞാൽ ഒരുവിധം എല്ലാ പ്രോഗ്രാമിങ്ങിലും വെബ് ഡെവലപ്മെന്റിൽ യൂസ് ചെയ്യുന്ന ഒരു മോഡലാണ് MVC. അതിനെ കുറിച്ച് റിപ്പോസിറ്ററി ഡിസൈൻ പാറ്റേണുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അറ്റ് ലാസ്റ്റ് നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ജാവ വെബ് ആപ്ലിക്കേഷൻസ് എങ്ങനെയാണ് ഡിപ്ലോയ് ചെയ്യുന്നത്, എങ്ങനെയാണ് ജാർ വാർ ഫയൽ ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് MVC പാറ്റേൺ? MVC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഡൽ വ്യൂ കൺട്രോളർ ആണ്. മോഡൽ വ്യൂ കൺട്രോളറിനെയാണ് നമ്മൾ MVC എന്ന് പറയുന്നത്. MVC ഡിസൈൻ പാറ്റേൺ ഇസ് എൻ ആർക്കിടെക്ചറൽ പാറ്റേൺ ഫോർ വെബ് ആപ്ലിക്കേഷൻസ്. വെബ് ആപ്ലിക്കേഷനെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് MVC. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് അക്രോസ് മെനി ഫ്രെയിംവർക്സ്. നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞു, ഒരുവിധം എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും നമ്മൾ MVC ഡിസൈൻ പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത് വെബ് ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്. ലൈക്ക് PHP, പൈത്തൺ, റൂബി അങ്ങനത്തെ ലാംഗ്വേജസിലൊക്കെ നമ്മൾ MVC ആണ് യൂസ് ചെയ്യുന്നത്. എന്താണ് MVC? MVC എന്ന് പറഞ്ഞാൽ അവിടെ മോഡൽ ഉണ്ട്, വ്യൂ ഉണ്ട്, അതുപോലെ കൺട്രോളർ ഉണ്ട്. മോഡൽ ഡിനോട്ട് ചെയ്യുന്നത് ഓൺലി ദ പ്യൂർ ആപ്ലിക്കേഷൻ ഡാറ്റ ഡസ് നോട്ട് കണ്ടെയ്ൻ ലോജിക് ഫോർ റെപ്രസെന്റിംഗ് ഡാറ്റ ടു യൂസർ. മോഡലിനകത്ത് നമ്മൾ ജസ്റ്റ് അതിനകത്ത് വരുന്ന ഡാറ്റയെ കുറിച്ചാണ് പറയുക. ആ ഒരു കോഡിംഗ് ആണ്, നമ്മുടെ ക്ലാസ് പ്രോഗ്രാം ആണ് എഴുതുന്നത്. മോഡൽ എന്നുള്ള ഒരു ക്ലാസ് ഉണ്ടാക്കി അതിനകത്ത് ബേസിക്സ്, അതായത് ഡാറ്റയും കാര്യങ്ങൾ, അതിൽ വരുന്ന ഫങ്ഷൻസ് കാര്യങ്ങളും എഴുതുകയാണ് ചെയ്യുക. അതിന് വ്യൂ എന്ന് പറയുന്നത് നമ്മള് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ലെയർ ആണ് വ്യൂ ലെയർ എന്ന് പറയുന്നത്. അതായത് യൂസർ റിക്വസ്റ്റ് കൺട്രോളർ വഴി വന്നു കഴിഞ്ഞാൽ ആ റിക്വസ്റ്റ് നമ്മൾ മോഡലിന്റെ മെത്തേഡ് വെച്ച് എക്സിക്യൂട്ട് ചെയ്ത് അത് യൂസറിന് തിരിച്ച് ഡിസ്പ്ലേ ചെയ്ത് കൊടുക്കുന്ന വ്യൂ ലെവലാണ്. അവിടെയാണ് നമ്മൾ കോഡിങ്ങും സ്ക്രിപ്റ്റ്, അതായത് ജാവാ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഒരു വെബ് പേജിന്റെ ആ ഒരു ഫ്രണ്ട് വ്യൂ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ വ്യൂവിലാണ് നമ്മൾ HTML കോഡിംഗ് ഒക്കെ സാധാരണ കൊടുക്കാറ്. അപ്പൊ വ്യൂ ഈസ് റെസ്പോൺസിബിൾ ഫോർ പ്രസന്റിംഗ് ഡാറ്റ ടു ദ യൂസർ. ആൻഡ് സി എന്ന് വെച്ചാൽ കൺട്രോളർ ആണ് അല്ലെ. കൺട്രോളർ കംസ് ബിറ്റ്വീൻ ദ വ്യൂ ആൻഡ് ദ മോഡൽ ലെയർ. വ്യൂവിന്റെയും മോഡൽ ലെയറിനെയും കൺട്രോൾ ചെയ്യുന്നത് തന്നെ പറയാം. കാരണം കൺട്രോളറിലൂടെ ഒരു റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാലാണ് നമ്മൾ ഈ മോഡലിനോട് പറഞ്ഞ് ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്ത് അത് വ്യൂവിന് അത് കൊടുത്ത ഡിസ്പ്ലേ ആയിട്ട് വരുന്നത്. സോ കൺട്രോളർ കംസ് ബിറ്റ്വീൻ ദ വ്യൂ ആൻഡ് ദ മോഡൽ ലെയർ ആൻഡ് ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ആക്സെപ്റ്റിംഗ് എ റിക്വസ്റ്റ് ഫ്രം ദ യൂസർ. അതിന്റെ മെയിൻ റെസ്പോൺസിബിലിറ്റി എന്താ? യൂസറിൽ നിന്ന് റിക്വസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യുക, എന്നിട്ട് അതിനുവേണ്ട അതിനുവേണ്ട ഓപ്പറേഷൻസ്, അതായത് ഇൻട്രാക്ഷൻസ് പെർഫോം ചെയ്യുക ആൻഡ് സെൻഡ് ഇറ്റ് ബാക്ക് ടു ദ വ്യൂ ലെയർ. എന്നിട്ട് അത് വ്യൂ ലെയറിന് കൊടുക്കുന്നുണ്ട്. വ്യൂ ലെയർ അത് ഡിസ്പ്ലേ ആയിട്ട് അല്ലെങ്കിൽ യൂസറിന് പ്രസന്റ് ചെയ്യുന്ന രീതിയിൽ ഡിസ്പ്ലേ ചെയ്യുകയാണ് ചെയ്യുക. സോ നെക്സ്റ്റ് അതിന്റെ ഒരു ആർക്കിടെക്ചർ ഡിസൈൻ ആണ് മോഡൽ വ്യൂ ആൻഡ് കൺട്രോളർ ആണ് വരുന്നതെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഇവിടെ ആദ്യം തന്നെ നോക്കുകയാണെങ്കിൽ കൺട്രോളർ ആണ് റിക്വസ്റ്റ് വരുന്നത് അല്ലെ. കൺട്രോളറിലാണ് നമുക്ക് റിക്വസ്റ്റ് വരുന്നത്. റിസീവ്സ് അപ്ഡേറ്റ് ഫ്രം വ്യൂ, നോട്ടിഫൈസ് മോഡൽ ടു ആഡ് ദ എന്തെങ്കിലും. അതുകൂടാതെ തന്നെ ഒരു റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ കൺട്രോളിൽ വന്ന റിക്വസ്റ്റ് എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡലിലോട്ട് പാസ് ചെയ്യുന്നു. മോഡൽ അതിനനുസരിച്ച് ഒരു ഫംഗ്ഷനെ ക്രിയേറ്റ് ചെയ്യുകയോ അല്ലെ ഓൾറെഡി ഉള്ള ഫംഗ്ഷൻ വെച്ച് എക്സിക്യൂട്ട് ചെയ്ത് വ്യൂ ലെവലിലോട്ട് പാസ് ചെയ്ത് വ്യൂ അത് ഡിസ്പ്ലേ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സെൻഡ് ഇൻപുട്സ് ഫ്രം യൂസർ ഫ്രം വ്യൂ ടു കൺട്രോളർ ആൻഡ് കൺട്രോളർ വിൽ എക്സിക്യൂട്ട് ദാറ്റ്. ആൻഡ് ഇഫ് എനി കറക്ഷൻ ഇസ് നീഡഡ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മോഡിഫിക്കേഷൻ വേണമെന്നുണ്ടെങ്കിൽ, പുതിയത് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മോഡലിനോട്ട് അത് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറയും. മോഡൽ അത് റിഫ്ലക്ട് ചെയ്ത് ആ കറക്ഷൻസ് അഗെയിൻ വ്യൂവിലോട്ട് പാസ് ചെയ്യും. ഇങ്ങനെയാണ് ഒരു മോഡൽ വ്യൂ കൺട്രോളർ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇതൊരു UML ഡയഗ്രം ആണ്. MVC ഡിസൈൻ പാറ്റേണിന്റെ UML ക്ലാസ് ആണ്.
ഇവിടെ യൂണിവേഴ്സിറ്റി എന്നുള്ളൊരു ക്ലാസ് ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനകത്ത് 3 ക്ലാസ്സസ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. ഒന്ന് കൺട്രോളർ ക്ലാസ്, യൂണിവേഴ്സിറ്റി കൺട്രോളർ എന്നുള്ള ക്ലാസ്. അതിനകത്ത് മോഡൽ, അതിനകത്ത് എന്തൊക്കെ വരുന്നത്, യൂണിവേഴ്സിറ്റി വ്യൂ, മോഡൽ വ്യൂ എന്നുള്ള 2 ഒബ്ജക്ട്സ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. മോഡൽ വ്യൂ എവിടുന്നാ വന്നേ, മോഡൽ എന്നുള്ള ക്ലാസിന്റെയും വ്യൂ എന്നുള്ള ക്ലാസ്സിലെ 2 ഒബ്ജക്ട്സ് ആണ് കൺട്രോളറിൽ വരുന്നത്. മോഡലിൽ എന്താ ചെയ്യുന്നത്, മോഡലിൽ ജസ്റ്റ് നമ്മൾ അതിന് വേണ്ട വേരിയബിൾസ് ആണ് ഫങ്ഷൻസ് ക്രിയേറ്റ് ചെയ്തിടുക ചെയ്യുന്നത്. നെയിം, ലൊക്കേഷൻ എന്ന് പറഞ്ഞ 2 വേരിയബിൾ, 2 സ്ട്രിംഗ് ടൈപ്പ് ആണ്. ദെൻ 4 ഫങ്ഷൻസ് ഉണ്ട്, എന്തൊക്കെ, ഗെറ്റ് നെയിമും സെറ്റ് നെയിമും. നെയിം സെറ്റ് ഗെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതിന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും, അതുപോലെ ഗെറ്റ് ലൊക്കേഷൻ, സെറ്റ് ലൊക്കേഷൻ, അതിന് വേണ്ടി അങ്ങനെ ടോട്ടൽ 4 ഫങ്ഷൻസ് ആണ് യൂണിവേഴ്സിറ്റി മോഡൽ. മോഡലിലാണ് നമ്മൾ ഈ ഫങ്ഷനും ഡാറ്റയൊക്കെ എൻ്റർ ചെയ്ത് അതിന്റെ ഒരു ലേഔട്ട് ക്രിയേറ്റ് ചെയ്യാന്ന് വേണമെങ്കിൽ പറയാം. അതിന്റെ ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്ത് ഇടുന്നത് യൂണിവേഴ്സിറ്റി മോഡൽ എന്നുള്ള ക്ലാസ്സിലാണ്. ഇപ്പൊ ഇവിടെ ക്ലാസിന്റെ പേര് യൂണിവേഴ്സിറ്റി മോഡൽ എന്നാണ്. ദെൻ യൂണിവേഴ്സിറ്റി കൺട്രോൾ, യൂണിറ്റ് കൺട്രോൾ എന്നാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ. അതിനകത്ത് ഈ 2 ക്ലാസ്സിൽ അതൊരു മീഡിയേറ്റർ അല്ലെങ്കിൽ മീഡിയേറ്റർ എന്നല്ല, ഒരു മിഡിൽ വർക്ക് ചെയ്യുന്നതാണ്. വ്യൂവിന്റെയും മോഡലിന്റെ മിഡിലാണ് കൺട്രോളർ വർക്ക് ചെയ്യുന്നത്. വ്യൂവിൽ എന്താ വരുന്നത്, മെയിൻ ആയിട്ട് ഡിസ്പ്ലേ ആണ്. അപ്പൊ ഡിസ്പ്ലേ എന്നുള്ള ഫംഗ്ഷൻ കോൾ ചെയ്യുന്നതാണെങ്കിലും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയിലെ ഫംഗ്ഷൻസിന്റെ മോഡൽ എന്നുള്ള ക്ലാസ്സിലെ ഫംഗ്ഷൻസ് കോൾ ചെയ്യുന്നത് കൺട്രോൾ എന്നുള്ള ക്ലാസ്സിലാണ്. അപ്പൊ അവിടെ എന്ത് വേണം, വ്യൂവിന്റെ ഒരു ഒബ്ജക്റ്റ് വേണം, അതുകൂടാതെ മോഡലിന്റെ ഒരു ഒബ്ജക്റ്റ് വേണം. നമ്മൾ ക്ലാസ്സിലെ ഒബ്ജക്ട്സ് വെച്ചാണല്ലോ ക്ലാസ്സിലെ ഫംഗ്ഷൻസിനെ കോൾ ചെയ്യുന്നത്. അപ്പം വ്യൂവിന്റെ മോഡൽ എന്നുള്ള ഒബ്ജക്റ്റും മോഡൽ എന്നുള്ള ക്ലാസ്സിലെ മോഡൽ ഒബ്ജക്റ്റും, അതായത് യൂണിവേഴ്സിറ്റി മോഡലിന്റെ മോഡലും, അതുപോലെ യൂണിവേഴ്സിറ്റി വ്യൂ എന്നുള്ള ക്ലാസ്സിന്റെ ഈ ഒരു ക്ലാസ്സിന്റെ ഡിസ്പ്ലേക്ക് വേണ്ടി, ഡിസ്പ്ലേ കോൾ ചെയ്യാൻ വേണ്ടി അതിനൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിനകത്ത് ഡിഫറെന്റ് ഫംഗ്ഷൻസ് ഉണ്ട്. ഈ ഫംഗ്ഷൻസ് ഒക്കെ എന്ത് ചെയ്യുന്നു, യൂണിവേഴ്സിറ്റി മോഡൽ എന്നുള്ള ഫംഗ്ഷൻസിനെ ആക്സസ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യുക ചെയ്യുന്നത്. അതൊരു ഡീറ്റെയിൽ ആയിട്ട് പറയും. ദെൻ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത്, ഇത് ഇത്രയും നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യാൻ അവിടെ ഒരു മെയിൻ ഫംഗ്ഷൻ വേണമല്ലോ. അതാണ് MVC എക്സാമ്പിൾ എന്ന് പറയുന്നത്. അതൊരു മെയിൻ ഫംഗ്ഷൻ ആണ്. ആ മെയിൻ ഫംഗ്ഷനിലാണ് റിട്രീവ് ഡാറ്റ എന്നുള്ള ഫംഗ്ഷൻ വരുന്നത്. അത് എന്ത് ചെയ്യുന്നു, യൂണിവേഴ്സിറ്റി കൺട്രോളിനെ യൂസ് ചെയ്യുന്നു. യൂണിവേഴ്സിറ്റി കൺട്രോളർ പിന്നെ മോഡലിനെയും വ്യൂവിനെയും വെച്ചിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് വരികയാണ് ചെയ്യുന്നത്. ഇതാണ് UML ക്ലാസ് ഡയഗ്രം ഓഫ് MVC ഡിസൈൻ പാറ്റേൺ. MVC ഡിസൈൻ പാറ്റേണിന്റെ ഒരു UML ക്ലാസ് ഡയഗ്രം ആണിത്. നമുക്ക് നോക്കാം എന്തൊക്കെയാ വരുന്നതെന്ന്. ഇതിനകത്ത് ഫസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത് യൂണിവേഴ്സിറ്റി മോഡലാണ് അല്ലെ. മോഡലാണ് ആദ്യം നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. മോഡൽ എന്നുള്ള ക്ലാസ്, അത് നമ്മൾ പേര് കൊടുക്കുന്ന യൂണിവേഴ്സിറ്റി മോഡൽ ഡോട്ട് ജാവ. യൂണിവേഴ്സിറ്റി മോഡൽ ഡോട്ട് ജാവ ഫസ്റ്റ് ലൈൻ പറയുന്നത് യൂണിവേഴ്സിറ്റി മോഡൽ ഡോട്ട് ജാവ എന്നുള്ള പേരിൽ അത് ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ആ ക്ലാസ്സിൽ എന്തൊക്കെ വരുന്നു, 2 വേരിയബിൾസ് ആണ് വരുന്നത്, 2 പ്രൈവറ്റ് വേരിയബിൾസ് ആണ്. സ്ട്രിംഗ് ടൈപ്പിലുള്ള നെയിമും ലൊക്കേഷന് വേണ്ടിയിട്ട് LOC എന്നുള്ളത് വേരിയബിൾ. ദെൻ ഈ 2 വേരിയബിളും പ്രൈവറ്റ് ആണ് അല്ലെ. ആ പ്രൈവറ്റ് വേരിയബിൾ എന്താ, ഈ ക്ലാസ്സിനകത്ത് നിന്ന് പുറത്തെടുക്കാൻ പറ്റില്ല. വേറൊരു ക്ലാസ്സിലോട്ട് ഇൻഹെറിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ ആക്സസ് ചെയ്യാനുള്ള ഒരു ഫംഗ്ഷൻ ഇതിനകത്ത് വേണം. അതാണ് ഇവിടെ പബ്ലിക് ആയിട്ട് കൊടുത്തിരിക്കുന്ന ഗെറ്റ് നെയിമും സെറ്റ് നെയിമും. ഗെറ്റ് നെയിം റിട്ടേൺ ചെയ്യുന്നു, സെറ്റ് നെയിമിന്റെ വാല്യൂ അസൈൻ ചെയ്യുന്നു, അതുപോലെ തന്നെ ഗെറ്റ് ലൊക്കേഷൻ ആൻഡ് സെറ്റ് ലൊക്കേഷൻ. അടുത്തത് യൂണിവേഴ്സൽ വ്യൂ ആണ്. വ്യൂ എന്ന് പറഞ്ഞ ഡിസ്പ്ലേക്കാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, പ്രസന്റേഷൻ ലെയർ ആണ് വ്യൂ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ യൂണിവേഴ്സിറ്റി വ്യൂ ഡോട്ട് ജാവ എന്നൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു. ആ ക്ലാസ്സിനകത്ത് മെയിൻ ആയിട്ട് ഡിസ്പ്ലേ എന്നുള്ള ഫംഗ്ഷനാണ് വരുന്നത്. എന്താണ് യൂസർ റിക്വസ്റ്റ് ചെയ്തത് അതിനനുസരിച്ചുള്ള ഡാറ്റ റിക്വസ്റ്റഡ് ഡാറ്റയ്ക്ക് റെസ്പോൺസ് കൊടുക്കുന്ന വ്യൂ ആണ്. അപ്പൊ ഇവിടെ നമ്മൾ നെയിമും ലൊക്കേഷനും ഡിസ്പ്ലേ ചെയ്യുക ചെയ്യുന്നത്. സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റിൽ വെച്ചിട്ട് ഡിസ്പ്ലേ ചെയ്യുക. നമ്മുടെ ഡിസ്പ്ലേ എന്നുള്ള ഫംഗ്ഷനകത്താണ് നമ്മൾ പ്രിന്റ് ചെയ്യാനുള്ള കോഡിങ് കൊടുത്തിരിക്കുന്നത്. ദെൻ അടുത്ത് വരുന്നത് കൺട്രോളർ എന്നുള്ള ക്ലാസ് ആണ്. 3 ക്ലാസ് ആയിട്ടാണ് നമ്മൾ ചെയ്തത്, 3 അല്ലെങ്കിൽ 4 ക്ലാസ് വരെ മെയിൻ ഫംഗ്ഷനും കൂടിയിട്ട്. ഇവിടെ യൂണിവേഴ്സിറ്റി കൺട്രോൾ ഡോട്ട് ജാവ എന്നുള്ള ഒരു ക്ലാസ്സിനകത്ത് നമ്മളത് ചെയ്യുന്നത് വെച്ചാൽ ആ മോഡലിലുള്ള വേരിയബിൾസിനെ ആക്സസ് ചെയ്യണം, അതുപോലെ വ്യൂവിലെ ഫംഗ്ഷനെ ആക്സസ് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് മോഡലിനെ വ്യൂവിന്റെ ഒബ്ജക്റ്റ് വെച്ചിട്ട് മോഡലും വ്യൂവിനെ കണക്ട് ചെയ്യുന്നു ഈ ഒരു കൺട്രോളറിലേക്ക്. ദെൻ സെറ്റ് നെയിം എന്നുള്ള ഫംഗ്ഷനെയും ഗെറ്റ് നെയിമിന്റെ ഫംഗ്ഷനെയും എക്സിക്യൂട്ട് ചെയ്യുന്നു. എങ്ങനെ, യൂസറിൽ ഇത് വരുന്ന റിക്വസ്റ്റ് സ്ട്രിംഗ് നെയിമിലോട്ട് കൊടുത്തിട്ട് ആ നെയിം വഴി നമ്മൾ നെയിമും അതുപോലെ തന്നെ സെറ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ അത് റിട്ടേൺ ചെയ്യുന്നു നെയിമിനുള്ള വാല്യൂ. അതുപോലെ ലൊക്കേഷൻ എന്നുള്ളത് യൂസർ കൊടുക്കുമ്പോൾ അതിനുള്ള വാല്യൂ സെറ്റ് ചെയ്യുന്നു, അതുപോലെ ആ വാല്യൂ റിട്ടേൺ ചെയ്യുന്നു. ദെൻ അപ്ഡേറ്റ് വ്യൂ എന്നുള്ള ഫംഗ്ഷനകത്ത് നമ്മൾ ഡിസ്പ്ലേ ഫംഗ്ഷനെ വിളിക്കുക ചെയ്യുന്നത്. അപ്ഡേറ്റ് വ്യൂ ലാസ്റ്റ് ഫംഗ്ഷൻ കാണാം, അപ്ഡേറ്റ് വ്യൂ. ഈ അപ്ഡേറ്റ് വ്യൂ ഇത് കൺട്രോളറിനുള്ള ഫംഗ്ഷൻ ആണ് അല്ലെ. ഇതെന്ത് ചെയ്യുന്നത് വെച്ചാൽ ഡിസ്പ്ലേ ഫംഗ്ഷൻ എവിടെയുള്ള വ്യൂ ആണ് അല്ലെ. വ്യൂ എന്നുള്ള ഒബ്ജക്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു, വ്യൂ ഡോട്ട് ഡിസ്പ്ലേ. അതിനകത്ത് മോഡലിന്റെ
ഗെറ്റ് നെയിമും മോഡലിന്റെ ഗെറ്റ് ലൊക്കേഷനും പാസ് ചെയ്ത് നെയിമും ലൊക്കേഷനും വെച്ചിട്ട് ഡിസ്പ്ലേ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഗെറ്റ് നെയിമും ഗെറ്റ് ലൊക്കേഷനും നമ്മൾ മോഡലിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അത് വെച്ച് ഡിസ്പ്ലേ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇനി എം വി സി എക്സാമ്പിൾ എന്നുള്ള ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. ഇനി mvc_example.java ഫയൽ നോക്കാം. mvc_example.java ഫയലിലാണ് മെയിൻ ഫംഗ്ഷൻ വരുന്നതെന്ന് പറഞ്ഞു അല്ലെ. mvc_example.java അതിനകത്ത് നമ്മൾ മെയിൻ ഫംഗ്ഷൻ എഴുതുന്നു. അതിനകത്ത് റിട്രീവ് ഡാറ്റ എന്നുള്ള ഫംഗ്ഷനെ വിളിക്കുന്നു. ഇവിടെ മോഡൽ ക്ലാസിന്റെ ഒബ്ജക്റ്റ് വെച്ചാണ് റിട്രീവ് ഡാറ്റ ഫംഗ്ഷനെ വിളിക്കുന്നത്. അതുപോലെ തന്നെ വ്യൂ ക്ലാസിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. വ്യൂ ഈക്വൽ ടു ന്യൂ യൂണിറ്റ് വ്യൂ എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ ഈ മോഡലിന്റെയും വ്യൂവിന്റെ ഒബ്ജക്റ്റ് വെച്ച് നമ്മൾ കൺട്രോളിന്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. കൺട്രോളറിലാണ് നമ്മൾ അപ്ഡേറ്റ് വ്യൂ എന്നുള്ള ഫംഗ്ഷനെ വിളിക്കുന്നത്. അപ്ഡേറ്റ് വ്യൂ എന്ന് വിളിക്കുമ്പോൾ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത ഡാറ്റ അതിനകത്ത് കോൾ ചെയ്യാണ് ചെയ്യുന്നത്. ദെൻ യൂണിവേഴ്സിറ്റി മോഡൽ റിട്രീവ് ഡാറ്റ ഫംഗ്ഷന്റെ അതായത് നമ്മൾ ഓൾറെഡി റിട്രീവ് ഡാറ്റ എന്ന ഫംഗ്ഷൻ ഇവിടെ കോൾ ചെയ്യുന്നുണ്ടല്ലോ, അതിന്റെ ഡെഫിനിഷൻസ് ആണ് ഇവിടെ ചെയ്യുന്നത്. ഇവിടെയാണ് നമ്മൾ ഡാറ്റ പാസ് ചെയ്യുന്നത്. സെറ്റ് നെയിം ഇഗ്നോ ആൻഡ് സെറ്റ് ലൊക്കേഷൻ മൈദാൻ ഗർത്തി എന്ന് വിളിക്കുമ്പോൾ അത് ആ വാല്യൂ പാസ് ചെയ്യുന്നു റിട്രീവ് ഡാറ്റ കോൾ ചെയ്യുന്ന ആ ഒരു ഫംഗ്ഷനിലോട്ട്. അത് എക്സിക്യൂട്ട് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് ഈ ഇഗ്നോ ആൻഡ് മൈദാൻ ഗർത്തി വരുന്നു. നോക്കോ അതിന്റെ ഔട്ട്പുട്ട് എങ്ങനെ വരുന്നത് നമുക്ക് നോക്കാം. ഇതുപോലെ എടുക്കും. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ക്ലാസ് ഫയലും എക്സിക്യൂട്ട് ചെയ്യണം. കമ്പൈൽ ചെയ്യുന്ന ഇങ്ങനെ കമാൻഡ് പ്രോംപ്റ്റിലാണ് കമ്പൈൽ ചെയ്യുമ്പോൾ ജാവാസി യൂണിവേഴ്സിറ്റി മോഡൽ ഡോട്ട് ജാവ എന്ന് കൊടുക്കുന്നു. അപ്പൊ ഫസ്റ്റ് ക്ലാസ് മോഡൽ ക്ലാസ് നമ്മളിവിടെ കമ്പൈൽ ചെയ്തു. എററൊന്നുമില്ലെങ്കിൽ നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ കമ്പൈൽ ചെയ്യുകയാണ്. അടുത്ത ക്ലാസ് വ്യൂ ക്ലാസ്. അപ്പൊ ജാവാസി യൂണിറ്റ് വ്യൂ ഡോട്ട് ജാവ. ദെൻ അത് കഴിഞ്ഞ് കൺട്രോൾ ക്ലാസ്സിൽ നമ്മൾ കമ്പൈൽ ചെയ്യുന്നു. നിങ്ങൾ കമ്പൈൽ ചെയ്ത ശേഷം എറർ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ മെയിൻ ഫംഗ്ഷനെ കോൾ ചെയ്യും. ആദ്യം 3 ക്ലാസ്സസ് നമ്മൾ ഓൾറെഡി MVC മോഡൽ വ്യൂ കൺട്രോൾ ക്ലാസ്സസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അത് 3നെയും നമ്മൾ ആദ്യം കമ്പൈൽ ചെയ്യുക. അതിനുശേഷം MVC എക്സാമ്പിൾ എന്നുള്ള മെയിൻ ഫംഗ്ഷൻ ഉള്ള ക്ലാസ്സിനെ കമ്പൈൽ ചെയ്യുന്നു. മെയിൻ ഫംഗ്ഷനിലാണ് നമ്മൾ പ്രോഗ്രാം എക്സിക്യൂഷൻ തുടങ്ങുന്നത്. മെയിൻ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ട് ആയിട്ട് യൂണിവേഴ്സിറ്റി ഡീറ്റെയിൽസ്, അതായത് നമ്മൾ വ്യൂവിൽ കൊടുത്ത ഡിസ്പ്ലേ ഫംഗ്ഷനിൽ കൊടുത്ത നെയിമും ലൊക്കേഷനും. അപ്പൊ നമ്മൾ പാസ് ചെയ്തത് മെയിൻ ഫംഗ്ഷനിൽ ഇഗ്നോ ആൻഡ് മെയ്താൻ ഗർത്തി ആയിരുന്നു അല്ലെ. ആ 2 വാല്യൂ നെയിമിനും ലൊക്കേഷനും കൊടുത്തിട്ട് നമ്മൾ ഡീറ്റെയിൽസ് പ്രിന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇതാണ് മോഡൽ വ്യൂ കൺട്രോളിൽ ഇങ്ങനെയാണ് നമ്മളൊരു ഡാറ്റ പ്രിന്റ് ചെയ്യുക. മോഡൽ വ്യൂ കൺട്രോൾ MVC ഡിസൈനിൽ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത നമുക്ക് റിപ്പോസിറ്ററി ഡിസൈൻ പാറ്റേൺ നോക്കാം. റിപ്പോസിറ്ററി ഡിസൈൻ പാറ്റേൺ ഇസ് യൂസ്ഡ് ഡാറ്റ സെൻട്രിക് ആപ്ലിക്കേഷൻ. ഡാറ്റയിലേക്ക് ഡാറ്റാബേസ് എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, അതുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് റിപ്പോസിറ്ററി ഡിസൈൻ പാറ്റേൺ യൂസ് ചെയ്യുന്നത്. ഡാറ്റ സെൻട്രിക് ആണ്. The repository design pattern is used to isolate the business logic layer and the data source layer in your application. The repository resides in the middle of the client business logic and data source. അത് ക്ലയന്റിനെയും ഡാറ്റാബേസിനെയും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻമീഡിയേറ്റർ ആയിട്ടാണ് റെപ്പോസിറ്ററി ഡിസൈൻ പാറ്റേൺ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇവിടെ നോക്കാം, ഈ ഒരു ബ്ലോക്ക് ഡയഗ്രത്തില് ക്ലയന്റ് ബിസിനസ് ലോജിക്, അതായത് പെർമനന്റ് ഡാറ്റ റെപ്പോസിറ്ററിയിലോട്ട് കൊടുക്കുന്നു, അതായത് ഡാറ്റ സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. ആ ഡാറ്റ റെപ്പോസിറ്ററി എന്ന ഒരു മിഡിൽ ആയിട്ടാണ് നിൽക്കുന്നത്. ഇയാൾ റെപ്പോസിറ്ററി എന്ത് ചെയ്യുന്നു, അത് ഡാറ്റാബേസിലോട്ട് ഡാറ്റ കൊടുക്കുന്നു. അവിടെ സേവ് ചെയ്യുക. ഇപ്പൊ ഡിലീഷന് പറയുവാണെങ്കിൽ ആ ഒരു ഡാറ്റാബേസ് ഡിലീറ്റ് ചെയ്യുക. ക്വറി ബേസ്ഡ് ആയിരിക്കും ചെയ്യുക. ക്വയറീസ് നമ്മൾ പഠിക്കുന്നുണ്ട്, SQL ക്വയറീസ് ഒക്കെ വെച്ചിട്ടാണ്, JDBC കണക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ വെച്ചാണ് ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പം ക്ലയന്റ് കൊടുക്കുന്ന റിക്വസ്റ്റ് റിപ്പോസിറ്ററി വഴി ഡാറ്റാബേസിനകത്ത് സ്റ്റോർ ചെയ്യുന്നു. അഥവാ ഡിലീഷൻ ആണെങ്കിൽ ഡാറ്റാബേസിൽ അത് ഡിലീറ്റ് ചെയ്യുന്നു. ഇപ്പൊ നമ്മളൊരു വെച്ചൊരു ഡാറ്റാബേസിൽ ചോദിക്കുവാണെങ്കിൽ അത് ഡാറ്റാബേസിൽ പോയി അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡാറ്റ റിട്രീവ് ചെയ്ത് നമുക്ക് ക്ലയന്റിലേക്ക് തിരിച്ചു കൊടുക്കുക ചെയ്യുന്നു. ക്വയറീസ് ആയിട്ടാണ് ഡാറ്റ നമുക്ക് തിരിച്ച് ക്ലയന്റിലോട്ട് വരുന്നത്. ഓക്കെ, ദിസ് പാറ്റേൺ ഇസ് യൂസ്ഡ് വിത്ത് JPA ആൻഡ് അതർ ഫ്രെയിംവർക്സ്. ജാവ പെർസിസ്റ്റൻസ് APIയിലാണ് നമ്മൾ മെയിൻ ആയിട്ട് ഈ പാറ്റേൺ യൂസ് ചെയ്യുന്നത്. അതിന്റെ പാക്കേജ് എന്ന് പറയുന്നത് Java X പെർസിസ്റ്റൻസ് ആണ്. Java specification and defining Java X persistent package. JPA is used to access and manage persistent data. അതായത് പെർമനന്റ് ആയിട്ട് ഡാറ്റ നമ്മൾ ഡാറ്റാബേസിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും അല്ലെ. ആ ഡാറ്റനെ ആക്സസ് ചെയ്യാൻ മാനേജ് ചെയ്യുക, അതാണ് JPA മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്. ബിറ്റ്വീൻ ജാവ ഒബ്ജക്റ്റ് ആണ് റിലേഷണൽ ഡാറ്റാബേസ്. ജാവയിലെ ക്ലാസ് നമ്മൾ പ്രോഗ്രാം കോഡിംഗ് ചെയ്യുന്ന ജാവ ഒബ്ജക്റ്റ് ആണ്. ഒബ്ജക്റ്റ് എന്ന് വെച്ചിട്ട് ക്ലാസ് പ്രോഗ്രാം ആണ്. അതിനെയും ഡാറ്റാബേസ് തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് നമ്മൾ JPA യൂസ് ചെയ്യുന്നത്. JPA can act as link between object-oriented domain model, object-oriented classനെയും റിലേഷണൽ ഡാറ്റാബേസിനെയും, അതായത് ഡാറ്റാബേസിൽ തമ്മിലുള്ള ക്ലാസും ഡാറ്റാബേസും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് JPA എന്നുള്ള ഫ്രെയിംവർക്ക് യൂസ് ചെയ്യാം.
ഇതാണ് അതിന്റെ UML ഡയഗ്രം വരുന്നത്. ഇവിടെ ഇന്റർഫേസ് ആയിട്ട് നമ്മൾ കോഴ്സ് റിപ്പോസിറ്ററി എന്നുള്ളത് ക്ലാസ് കൊടുക്കുന്നു. അതിനകത്ത് അത് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഫംഗ്ഷൻസിനെ ഡിഫൈൻ ചെയ്തത് ഗെറ്റ് കോഴ്സ് ബൈ കോഡ്, ഗെറ്റ് കോഴ്സ് ബൈ നെയിം ആൻഡ് സേവ് ഡിലേറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻസ് ആയിരിക്കും. അതിന്റെ ഡെഫിനിഷൻസും കാര്യങ്ങളും വരുന്നത് കോഴ്സ് റിപ്പോസിറ്ററി ഇംപ്ലിമെന്റ് ആയിരിക്കും. ഇതിനെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് നമ്മൾ വേറൊരു ക്ലാസ് വെച്ചായിരിക്കും. ഇവിടെ നോക്കൂ, ഇവിടെ കോഴ്സ് റിപ്പോസിറ്ററി എന്നുള്ള ക്ലാസ്, ഇതാണ് ഇന്റർഫേസ്. നമ്മൾ എന്താ പറയേണ്ടത്, ബേസ് ക്ലാസ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്തിരുന്നു. ഗെറ്റ് കോഴ്സ് ബൈ കോഡ്, ഗെറ്റ് കോഴ്സ് ബൈ നെയിം, സേവ് കോഴ്സ്, ഡിലീറ്റ് കോഴ്സ്. ഈ 4 ഫംഗ്ഷൻസ് ആണ് നമ്മൾ കോഴ്സ് റിപ്പോസിറ്ററിയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ there are 4 methods in course repository interface to find a course. നമ്മളൊരു കോഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡാറ്റാബേസിൽ ആ ഒരു കോഴ്സിന്റെ ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ചെയ്യും. അല്ലെങ്കിൽ കോഴ്സിനെ ബൈ നെയിം വെച്ച് നമുക്ക് കൊടുക്കാം അല്ലെ. MCS 220 എന്ന് പറയുന്നത് നമ്മുടെ വെബ് ആപ്ലിക്കേഷനുള്ള ആ ഒരു പേപ്പറാണ്. അപ്പം വെബ് ഡെവലപ്മെന്റ് ആ ഒരു പേപ്പർ കോഴ്സ് 220 എന്ന് പറയുന്നത് നമുക്ക് കൊടുത്താൽ കിട്ടും. അതുപോലെ പേപ്പർ നെയിം കൊടുത്തു കഴിഞ്ഞാൽ കിട്ടും. അപ്പൊ കോഴ്സ് ബൈ കോഡ് അല്ലെങ്കിൽ കോഴ്സ് ബൈ, അപ്പൊ രണ്ട് രീതിയിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് തരണം. അപ്പൊ രണ്ട് ഫംഗ്ഷൻ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നു. പിന്നെ പുതിയൊരു കോഴ്സ് നമ്മൾ ഒരു MCS അല്ല MCA പുതിയൊരു പേപ്പർ ആഡ് ചെയ്യുവാണെങ്കിൽ ആ പേപ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ പേപ്പർ ഡാറ്റാബേസ് സേവ് ചെയ്യണം. അതിനുള്ള ഫംഗ്ഷനാണ് സേവ് കോഴ്സ്. എനിക്ക് ഒരു പേപ്പർ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിലീറ്റ് കോഴ്സ് എന്നുള്ള ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നു. ദെൻ അടുത്തത് സിംഗിൾ ടൈം ഡിസൈൻ പാറ്റേൺ ആണ്. സിംഗിൾ ടൈം പാറ്റേൺ ഇസ് ദ സിംപ്ലസ്റ്റ് സോഫ്റ്റ്വെയർ ഡിസൈൻ പാറ്റേൺ. ഏറ്റവും സിംപ്ലസ്റ്റ് എന്ന് പറയുന്നത് സിംഗിൾ ടൈം ആണ്. അത് 23 വെൽ നോൺ, നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു പാർട്ട് 1-ല്. അതിനകത്ത് ഏറ്റവും സിമ്പിൾ എന്ന് പറയുന്നത് സിംഗിൾ ടൈം ഡിസൈൻ പാറ്റേൺ ആണ്. ഇത് ക്രിയേഷൻ ഓഫ് ഒബ്ജക്ട് ക്രിയേഷനുമായി ബന്ധപ്പെട്ടിട്ടാണ് സിംഗിൾ ടൈം ഡിസൈൻ പാറ്റേൺ വരുന്നത്. സിംഗിൾ ടൈം ഡിസൈൻ പാറ്റേൺ ഈസ് യൂസ് ടു ക്രിയേറ്റ് ഓൺലി വൺ ഇൻസ്റ്റൻസ് ഓഫ് ക്ലാസ്സിലെ ഒരു ഇൻസ്റ്റൻസ് മാത്രം ക്രിയേറ്റ് ചെയ്യുന്നു. ബാക്കി എല്ലാ ക്ലാസ്സസും അത് യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദിസ് ടൈപ്പ് ഓഫ് പാറ്റേൺ ഇസ് യൂസ് ഇൻ ഡാറ്റാബേസ് കണക്ഷൻ മൾട്ടി ത്രെഡഡ്. ഡാറ്റാബേസ് കണക്ഷന് വേണ്ടിയിട്ട്, അതുകൂടാതെ മോർ ദാൻ വൺ ഓപ്പറേഷൻസ് അറ്റ് എ ടൈം ചെയ്യാൻ വേണ്ടിയിട്ട്, മൾട്ടി ത്രെഡഡ് ആപ്ലിക്കേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സിംഗിൾ ടൈം പാറ്റേൺ യൂസ് ചെയ്യാം. It can be used in logging, caching, thread pools, configuration setting in other design patterns like അബ്സ്ട്രാക്ട് ഫാക്ടറി, ബിൽഡർ, ഫസേഡ്, പ്രോട്ടോടൈപ്പ്. അവിടെയൊക്കെ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? സിംഗിൾ ടൈം യൂസ് ചെയ്യാം. എല്ലാ ഡിസൈൻ പാറ്റേണിലും, അതായത് പറഞ്ഞിരിക്കുന്ന അബ്സ്ട്രാക്ട് ഫാക്ടറി, ബിൽഡർ, ഫസേഡ്, പ്രോട്ടോടൈപ്പിലൊക്കെ നമുക്ക് സിംഗിൾ ടൈം ആണെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പൊ സിംഗിൾ ടൈമിന്റെ UML ഡയഗ്രാമാണ് പറഞ്ഞിരിക്കുന്നത്. സിംഗിൾ ടൈമിന് ഒരു ക്ലാസ് ആണ് ക്രിയേറ്റ് ചെയ്യുക, അത് ഒരു ഇൻസ്റ്റൻസ്, ബാക്കിയുള്ള ക്ലാസ്സസ് അത് ഷെയർ ചെയ്യാണ് ചെയ്യുക. സിംഗിൾ ടൈം ആൻഡ് ഗെറ്റ് ഇൻസ്റ്റൻസ് ഫംഗ്ഷൻ. Only one instance of the singleton class will exist, and that instance provides global access to others. ഒരു ഇൻസ്റ്റൻസ് സിംഗിൾട്ടൺ ക്ലാസ്, സിംഗിൾട്ടൺ ആ പേരിൽ തന്നെയല്ല, ഒറ്റൊരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുള്ളൂ. ആൻഡ് അത് എല്ലാവർക്കും ആക്സസ് ചെയ്യുന്ന രീതിയിൽ ഗ്ലോബൽ ആക്സസ് ആക്കി വെക്കുക ചെയ്യുക. Constructors of the class must be declared as a private, and method is defined as public static. അതായത് കൺസ്ട്രക്ടേഴ്സ് നമുക്ക് ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ പ്രൈവറ്റ് ആക്കി വെക്കുന്നു, വേറെ ക്ലാസ് എടുക്കാത്ത രീതിയിൽ. പക്ഷെ നമുക്ക് ക്ലാസ്സിന്റെ ഡാറ്റ വേണമല്ലോ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ത്രൂ പബ്ലിക് സ്റ്റാറ്റിക് ഫങ്ഷൻസ് വഴി ഈ ക്ലാസ്സിന്റെ ഇൻസ്റ്റൻസ് പുറത്തേക്ക് കൊടുക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്യുന്നു. അപ്പം ക്ലാസ്സിലൊരു ഡാറ്റ പ്രൈവറ്റ് ആയി കഴിഞ്ഞാൽ ഔട്ട്സൈഡ് എടുക്കാൻ പറ്റില്ല, വേറൊരു ക്ലാസ്സിൽ നമുക്ക് ഇൻഹെറിറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവിടെ ഒരു പബ്ലിക് മെമ്പർ ഉണ്ടെങ്കിൽ പബ്ലിക് മെമ്പറിന്റെ പ്രൈവറ്റ് ഡാറ്റയിൽ എടുക്കാം. ക്ലാസ്സിനകത്ത് പ്രൈവറ്റ് ഡാറ്റയിൽ പബ്ലിക് ഫംഗ്ഷൻ എടുക്കാം. ആ പബ്ലിക് ഫംഗ്ഷൻ വഴി നമുക്ക് പുറത്തുള്ള ക്ലാസ്സിൽ വേണമെങ്കിൽ ഈ ഒരു പ്രൈവറ്റ് മെമ്പറിനെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. Java core libraries provide many classes which are written using singleton pattern. Java librariesൽ കുറെ ക്ലാസ്സസ് വരുന്നുണ്ട് സിംഗിൾട്ടൺ പാറ്റേൺ വെച്ചിട്ട്. അതിൽ മെയിൻ ആയിട്ട് വരുന്ന ലൈബ്രറി എന്ന് പറയുന്നത് ജാവ ലാൻ ഡോട്ട് റൺ ടൈം എന്നുള്ള ലൈബ്രറി ഉണ്ട്. അതിൽ വരുന്ന ഒരു ഫംഗ്ഷൻ ആണ് ഗെറ്റ് റൺ ടൈം. സിംഗിൾട്ടൺ ആണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ജാവ ഡോട്ട് AW ഡോട്ട് ടൂൾ കിറ്റ്, അവിടെ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് ഗെറ്റ് ഡിഫോൾട്ട് ടൂൾ കിറ്റ്. ആൻഡ് ജാവ ഡോട്ട് AW ഡോട്ട് ഡെസ്ക്ടോപ്പ് എന്നുള്ള ലൈബ്രറിയിൽ വരുന്ന ഫംഗ്ഷൻ ആണ് ഗെറ്റ് ഡെസ്ക്ടോപ്പ്. ഇത്രയും ഇതൊക്കെ എന്ന് പറയുന്നത് സിംഗിൾട്ടൺ പാറ്റേണിലാണ് എഴുതിയിരിക്കുന്നത്. സിംഗിൾട്ടൺ ഡിസൈൻ പാറ്റേൺ ആണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതാണ് UML ഡയഗ്രം. നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇവിടെ തന്നെ സിംഗിൾ ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്ന അവിടെ ഇൻസ്റ്റൻസ് ഉണ്ടാവും. ആ ഇൻസ്റ്റൻസിനെ ആക്സെപ്റ്റ് ചെയ്യാൻ ഇവിടെ അതിനകത്തൊരു പ്രൈവറ്റ് ആയിട്ടുള്ള സിംഗിൾ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രൈവറ്റ് ആയിട്ടുള്ള കൺസ്ട്രക്ട് ആണ്. കൺസ്ട്രക്ട് എന്ന് വെച്ചാൽ എന്താ? ക്ലാസ് നെയിമും കൺസ്ട്രക്ടർ നെയിമും സെയിം ആയിരിക്കും അല്ലെ. അതൊരു കൺസ്ട്രക്ടർ ആണ്, അത് പ്രൈവറ്റ് ആയിരിക്കും. ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻസ്റ്റൻസ് വേരിയബിള്. ഗെറ്റ് ഇൻസ്റ്റൻസ് കൊണ്ട് ഒരു പബ്ലിക് ക്ലാസ് ഉണ്ടാവും. അത് ഇതിനാ പുറത്തേക്ക് വേറൊരു ക്ലാസ്സിൽ ഇൻഹെറിറ്റ് ചെയ്യണമെങ്കിൽ ഈ ക്ലാസ് വഴിയാണ് ഇതിലെ മെമ്പേഴ്സിനെ മറ്റു ക്ലാസ്സിലോട്ട്
ആക്സസ് ചെയ്യുക. പബ്ലിക് ഫംഗ്ഷൻ വഴി പ്രൈവറ്റ് ഡാറ്റയിൽ ഒരു ബേസ് ക്ലാസ് ആക്സസ് ചെയ്യുന്നു. അതിന് പിന്നെ ഡെറൈവ്ഡ് ക്ലാസ്സസ് പബ്ലിക് ഫംഗ്ഷൻസ് കോൾ ചെയ്യുന്നത് വഴി ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് എങ്ങനെയാണ് കോഡിംഗിൽ വരുന്നത് എന്നുള്ളത്. അവിടെ സിംഗിൾട്ടൺ ക്ലാസ് ഡോട്ട് ജാവ, അതായത് ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു, അതിന്റെ പേരാണ് സിംഗിൾട്ടൺ ക്ലാസ്. അപ്പൊ ക്ലാസിന്റെ പേര് എന്താണ്? സിംഗിൾട്ടൺ ക്ലാസ് അല്ലെ, പബ്ലിക് ക്ലാസ് സിംഗിൾട്ടൺ ക്ലാസ്. എന്നിട്ട് അതിനൊരു ഒബ്ജക്ട് ക്രിയേറ്റ് ചെയ്യുന്നു, പ്രൈവറ്റ് ആയിട്ടാണ്, പ്രൈവറ്റ് സ്റ്റാറ്റിക് സിംഗിൾട്ടൺ ക്ലാസ് ഇൻസ്റ്റൻസിലുള്ള ഒരു ഒബ്ജക്ട് ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ പ്രൈവറ്റ് സിംഗിൾട്ടൺ ക്ലാസ് ഒരു ഡിഫോൾട്ട് ഒരു പ്രൈവറ്റ് കൺസ്ട്രക്ടറിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, മെമ്പേഴ്സ് ഒന്നും കൊടുത്തിട്ടില്ല, ജസ്റ്റ് ഒരു പ്രൈവറ്റ് കൺസ്ട്രക്ടർ. ദെൻ ഇതിനകത്ത് പബ്ലിക് സ്റ്റാറ്റിക് ആയിട്ട് ഒരു ഫംഗ്ഷൻ ഉണ്ട്, സിംഗിൾട്ടൺ ഫംഗ്ഷൻ, സിംഗിൾട്ടൺ ക്ലാസ്സിൽ ഗെറ്റ് ഇൻസ്റ്റൻസ് ഉള്ള ഫംഗ്ഷൻ പബ്ലിക് ആണ്. അതിന് റിട്ടേൺ ഈ ഇൻസ്റ്റൻസിന് എന്ത് ചെയ്യുന്നു, നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഇൻസ്റ്റൻസിനെ റിട്ടേൺ ചെയ്യുന്നു. പബ്ലിക് വോയിഡ് ഡിസ്പ്ലേക്കകത്ത് വേറൊരു ഫംഗ്ഷൻ ആണ് ഡിസ്പ്ലേ, അതിനകത്ത് ഹലോ സ്റ്റുഡൻസിൽ സിഗ്നോ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ചെയ്യാൻ കൊടുത്തിരിക്കുന്നു. ദെൻ വേറൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു, സിംഗിൾട്ടൺ എക്സാമ്പിൾ. അവിടെയാണ് നമ്മൾ മെയിൻ ഫംഗ്ഷൻ എഴുതുന്നത് അല്ലെ. മെയിൻ ഫംഗ്ഷൻ രണ്ട് ക്ലാസ്സസ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്, സിംഗിൾട്ടൺ ബേസ് ക്ലാസ്സും ഒരു മെയിൻ ഫംഗ്ഷനും. ഈ സിംഗിൾട്ടൺ എക്സാമ്പിൾ എന്നുള്ള ക്ലാസ്സിനകത്ത് പബ്ലിക് വോയിഡ് മെയിൻ എഴുതും, പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ ഫംഗ്ഷൻ. അതിനകത്ത് ഗെറ്റ് ഇൻസ്റ്റൻസ് എന്താ, ഒരു പബ്ലിക് സ്റ്റാറ്റിക് ഒരു പബ്ലിക് ആയിട്ടുള്ള ഫംഗ്ഷൻ ആണ് സിംഗിൾട്ടണിലുള്ളത്. ആ സിംഗിൾട്ടണിന്റെ ആ ഫംഗ്ഷനെ കോൾ ചെയ്യുന്നു ഗെറ്റ് ഇൻസ്റ്റൻസ്. അപ്പൊ നമുക്ക് ഇൻസ്റ്റൻസ് ഇവിടെ ആക്സസ് ചെയ്യാൻ പറ്റുന്നു. എന്നിട്ട് ആ ഇൻസ്റ്റൻസ് വഴി ഡിസ്പ്ലേ ഫംഗ്ഷനെ കോൾ ചെയ്യുകയാണ് ചെയ്യുന്നത് ടു ഡിസ്പ്ലേ ദ ഡാറ്റ. ഇതാണ് എക്സിക്യൂഷൻ വരുന്നത്, കമ്പൈലേഷൻ വരുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യണം, മെയിൻ ഫംഗ്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അതിൽ സിംഗിൾട്ടൺ ക്ലാസ്സിനെ കമ്പൈൽ ചെയ്യണം. ജാവാസി വെച്ച് സിംഗിൾട്ടൺ ക്ലാസ് ഡോട്ട് ജാവ കമ്പൈൽ ചെയ്യുന്ന കമാൻഡ് പ്രോംപ്റ്റിൽ അത് വേറൊന്നും ഇല്ലെങ്കിൽ നെക്സ്റ്റ് എന്ത് ചെയ്യുന്നു, മെയിൻ ഫംഗ്ഷനെ കമ്പൈൽ ചെയ്യുന്നു. കമ്പൈൽ ചെയ്ത് കഴിഞ്ഞ് ദെൻ റൺ ചെയ്യുന്നു ജാവ സിംഗിൾട്ടൺ എക്സാമ്പിൾ. ഇപ്പൊ നമുക്ക് നമ്മൾ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ, അത് ഹലോ സ്റ്റുഡന്റ് SOCS എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റ് പ്രിന്റ് ചെയ്ത് വിടും. അടുത്തത് ഫാക്ടറി ഡിസൈൻ പാറ്റേൺ ആണ്. ഫാക്ടറി മെത്തേഡ് പാറ്റേൺ എന്ന് പറയും. ഈ പാറ്റേൺ എന്ന് പറയുന്നത് ഒരു കോൺക്രീറ്റ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യും, അതിന് ബേസ് ചെയ്തിട്ട് കുറെ സബ് ക്ലാസസ് ക്രിയേറ്റ് ചെയ്യും. സബ് ക്ലാസസ് ഈ ഇന്റർഫേസിനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുക. അപ്പം ദിസ് പാറ്റേൺ ഡിഫൈൻസ് ആൻ ഇന്റർഫേസ് ഓർ അബ്സ്ട്രാക്ട് ക്ലാസ് ഫോർ ക്രിയേറ്റിംഗ് ആൻ ഒബ്ജക്ട്. ഒരു ഒബ്ജക്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ഇന്റർഫേസ് അല്ലെങ്കിൽ അബ്സ്ട്രാക്ട് ക്ലാസ് ആണ് ഇത് ക്രിയേറ്റ് ചെയ്യുക. സബ് ക്ലാസസ് ആർ റെസ്പോൺസിബിൾ ഫോർ ക്രിയേറ്റിംഗ് ദ ഇൻസ്റ്റൻസ് ഓഫ് ദ ക്ലാസ്. സബ് ക്ലാസസ് അതുണ്ടാവും ഇംപ്ലിമെന്റ് ചെയ്യുകയാണ് ചെയ്യുക. The advantages of factory pattern is that it allows subclasses to choose the type of objects to create. ഇതിന്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജസ് എന്ന് വെച്ചാൽ സബ് ക്ലാസസ് ആണ് ഇവിടെ ഒബ്ജക്ട് ക്രിയേറ്റ് ചെയ്യുക. ഏത് ഒബ്ജക്റ്റ് ആണോ ക്രിയേറ്റ് ചെയ്യുന്നത് അവരുടെ ബേസ് ഏത് സബ് ക്ലാസസിനാണോ റൈറ്റ് ആ സബ് ക്ലാസസ് ആണ് ഒബ്ജക്ട് ക്രിയേറ്റ് ചെയ്യുക. ദിസ് പാറ്റേൺ ഈസ് യൂസ് ടു ക്രിയേറ്റ് ആൻ ഒബ്ജക്ട് വേർ ഒബ്ജക്ട് ക്രിയേഷൻ ലോജിക് ഈസ് ഹിഡൻ ടു ദ ക്ലയന്റ് and refers to a newly created object using a common interface. This pattern is used to create an object. The object creation വേണ്ടിയിട്ടാണ് ഈ പാറ്റേൺ യൂസ് ചെയ്യുന്നത്. where object creation logic is hidden to the client. എങ്ങനെയാണ് ഒബ്ജക്ട് ക്രിയേറ്റ് ചെയ്തത് എന്നുള്ളത് ക്ലയന്റിൽ നിന്ന് ഹിഡൻ ആയിരിക്കും, ക്ലയന്റിന് അത് കാണാൻ പറ്റില്ല. and refers to the newly created object using a common interface. The design pattern is also called virtual constructor. ഈ ഒരു ഡിസൈൻ പാറ്റേണിന് നമ്മൾ വെർച്വൽ കൺസ്ട്രക്ടർ എന്നും പറയും. ദെൻ ഫാക്ടറി ഡിസൈൻ പാറ്റേണിന്റെ UML ഡയഗ്രം ആണ് ഇവിടെ പറയുന്നത്. ഇവിടെ അനൗൺസ്മെന്റ് ഇഗ്നോർ എന്നുള്ള മെയിൻ ഫംഗ്ഷൻ വഴി നമ്മൾ അനൗൺസ്മെന്റ് ഫാക്ടറിയുമായിട്ട് കണക്ട് ആവുന്നു. അതെന്തെങ്കിലും ഒരു റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ അനൗൺസ്മെന്റ് ഫാക്ടറിയിലോട്ട് പോകുന്നു. അനൗൺസ്മെന്റ് ഫാക്ടറിനകത്ത് ക്രിയേറ്റ് അനൗൺസ്മെന്റ് എന്നുള്ള ഒരു ഫംഗ്ഷൻ ഉണ്ട്. അത് അനൗൺസ്മെന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റിക്വസ്റ്റ് സെൻഡ് ചെയ്യുന്നു. ഇവിടെ അനൗൺസ്മെന്റ് എന്നുള്ള ആ ഒരു അബ്സ്ട്രാക്ട് ക്ലാസ്സിലോട്ടാണ് പോവുക. ഏത് മെസ്സേജ് ആണോ വന്നത് അതിന്റെ ബേസ് ചെയ്തിട്ട് ഫേസ്ബുക്ക് ആണെങ്കിൽ ഫേസ്ബുക്ക് ആയിരിക്കും ആക്റ്റീവ് ആവുക. ഇമെയിൽ ഏത് മീഡിയ ആണോ വന്നത് ഏത് മീഡിയ ആണോ വന്നത് അതിനനുസരിച്ചുള്ള ഒരു ഒബ്ജക്റ്റ് ആയിരിക്കും ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോ നമുക്ക് കോഡിങ്ങിലൂടെ നോക്കാം. പബ്ലിക് ഇന്റർഫേസ് അനൗൺസ്മെന്റ്, ഇതെന്ന് പറയുന്നത് ഇന്റർഫേസ് ആണ്. ഇതാണ് കോൺക്രീറ്റ് ക്ലാസ്. ഇതിന് വരുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് സെൻഡ് മെസ്സേജ് ആണ്, സെൻഡ് MST. ഈ ഒരു സെൻഡ് മെസ്സേജ് ബാക്കി 3 ക്ലാസ്സസ്, അതായത് ഫേസ്ബുക്ക്, അതുപോലെ ഇമെയില്, അതുപോലെ SMS, ഇങ്ങനെ 3 ക്ലാസ്സസ് ഉണ്ട്. ആ 3 ക്ലാസ്സിൽ സെയിം ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്തത്. ആ സെയിം ഫംഗ്ഷൻ ആണെങ്കിലും അതിന്റെ കണ്ടന്റ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഡിഫറെന്റ് സ്റ്റേറ്റ്മെന്റ് ആണ് അതൊന്ന് പ്രിന്റ് ചെയ്യുന്നത്. ഫേസ്ബുക്ക് എന്നുള്ള മീഡിയ വന്നു കഴിഞ്ഞാൽ അത് പ്രിന്റ് ചെയ്യുന്നത് സെൻഡിങ് അനൗൺസ്മെന്റ് ത്രൂ ഫേസ്ബുക്ക് ആയിരിക്കും. അതുപോലെ MST ആണെങ്കിൽ സെൻഡിങ് അനൗൺസ്മെന്റ് ആസ് MST ആയിരിക്കും, ഇമെയിൽ ആയിരിക്കും. ആൻഡ് അതുപോലെ തന്നെ അത് SMS ആണെങ്കിൽ സെൻഡിങ് അനൗൺസ്മെന്റ് ആസ് SMS എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും പ്രിന്റ് ചെയ്യുക. ഇനി നമ്മൾ ഫാക്ടറി ക്ലാസ് ക്രിയേറ്റ് ചെയ്യാനാണ് അനൗൺസ്മെന്റ്
ഫാക്ടറി ഡോട്ട് ജാവ എന്നുള്ളൊരു ക്ലാസ്സിൽ, അനൗൺസ്മെന്റ് ഫാക്ടറി എന്നുള്ള ഒരു ക്ലാസ് ആണിത്. അതിനകത്ത് നമ്മൾ മീഡിയ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്രിയേറ്റ് അനൗൺസ്മെന്റ് എന്നുള്ള ഒരു ഫംഗ്ഷനകത്ത് മീഡിയനെ, ക്ലയന്റ് സെൻഡ് ചെയ്യുന്ന മീഡിയനെ അക്സെപ്റ്റ് ചെയ്യുന്നു. ആ മീഡിയ വെച്ച് കമ്പയർ ചെയ്യുന്നു. മീഡിയ അവർ തന്നിരിക്കുന്നത് ഫേസ്ബുക്ക് ആണോ, ഇമെയിൽ ആണോ, SMS ആണോ, മീഡിയ ഏതാണോ അതിനനുസരിച്ചുള്ള ക്ലാസ് മാത്രമേ ഇവിടെ ക്രിയേറ്റ് ആവുള്ളൂ. എല്ലാ ക്ലാസ്സും ഇൻവോക്ക് ആവില്ല. ഏത് ക്ലാസിന്റെ ആണോ ക്രിയേറ്റ് ചെയ്യുന്നത്, ഏത് മീഡിയ ആണോ വന്നത്, ഫേസ്ബുക്ക് ആണെങ്കിൽ ഫേസ്ബുക്കിന്റെ ഒബ്ജക്റ്റ് ആയിരിക്കും ഇവിടെ ക്രിയേറ്റ് ആവാം. ദെൻ ഇവിടുന്നാണ് മെയിൻ ഫംഗ്ഷൻ ആണ് നമ്മൾ പ്രോഗ്രാം എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അനൗൺസ്മെന്റ് ഇഗ്നോർ ഡോട്ട് ജാവ എന്നുള്ള പേരിൽ നമ്മൾ മെയിൻ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പൊ ഇതിനകത്ത് നമ്മൾ ആദ്യം അനൗൺസ്മെന്റ് ഫാക്ടറിന്റെ ഒരു ഒബ്ജക്ട് ക്രിയേറ്റ് ചെയ്യുന്നു. ദെൻ അനൗൺസ്മെന്റിന്റെ ഒബ്ജക്ട് വഴി ഒരു ക്രിയേറ്റ് അനൗൺസ്മെന്റ് എന്നുള്ള ഫംഗ്ഷൻ കോൾ ചെയ്യുന്നു. ഇവിടെ മീഡിയ ആയിട്ട് പാസ് ചെയ്ത വാല്യൂ ഫേസ്ബുക്ക് ആണ്. ഫേസ്ബുക്ക് എന്നുള്ള കറസ്പോണ്ടിങ് വാല്യൂ തൊട്ട് മുമ്പിൽ ഞാൻ പറഞ്ഞ ഈ അനൗൺസ്മെന്റ് ഫാക്ടറി എന്നുള്ള ക്രിയേറ്റ് അനൗൺസ്മെന്റ് എന്ന ഫംഗ്ഷന്റെ ആർഗ്യുമെന്റ് ആയിട്ട് പോകുന്നു. അപ്പൊ ഫേസ്ബുക്ക് മാച്ച് വരുന്നത് ഈ ഒരു സെക്കൻഡ് ഈഫ് സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ. ഇവിടെ വന്ന് ഫേസ്ബുക്ക് ഈക്വൽസ് ടു ഫേസ്ബുക്ക് വന്നപ്പോ റിട്ടേൺ ഫേസ്ബുക്ക്, അതായത് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒബ്ജക്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഫേസ്ബുക്ക് എന്നുള്ളതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള SMS സെൻഡ് MSG എന്നുള്ള ആ ഒരു ഫംഗ്ഷൻ, അതായത് ഈ ഒരു ഫംഗ്ഷൻ ഇൻവോക്ക് ചെയ്യുകയാണ് ചെയ്യുക. ഹൗ ടു കമ്പൈൽ എന്ന് നോക്കാം. എങ്ങനെയാണ് ഈ ഒരു പ്രോഗ്രാം കമ്പൈൽ ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ അനൗൺസ്മെന്റ് ജാവ മെയിൻ, അതായത് ഇന്റർഫേസ് അബ്സ്ട്രാക്ട് ക്ലാസ് കമ്പൈൽ ചെയ്യുന്നു. ദെൻ ഫേസ്ബുക്ക്, ദെൻ ഇമെയിൽ, SMS 3 സബ് ക്ലാസ്സസ് നമ്മൾ കമ്പൈൽ ചെയ്യുന്നു. ദെൻ അനൗൺസ്മെന്റ് ഫാക്ടറി ഡോട്ട് ജാവ എന്നുള്ള ക്ലാസ് ഇൻവോക്ക് ചെയ്യുന്നു. ലാസ്റ്റ് മെയിൻ ഫംഗ്ഷൻ, അതായത് അനൗൺസ്മെന്റ് ഇഗ്നോർ എന്നുള്ള ജാവ കമ്പൈൽ ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് റൺ ചെയ്യുമ്പോൾ വാല്യൂ കൊടുത്തത് അതിനകത്ത് നമ്മൾ ഡയറക്റ്റ് വാല്യൂ ഫേസ്ബുക്ക് എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ ആൻസർ വന്നിരിക്കുന്നത് സെൻഡിങ് അനൗൺസ്മെന്റ് ടു ഫേസ്ബുക്ക് ആണ്. ഇത് നമുക്ക് എങ്ങനെയാണ് ജാർ ആൻഡ് വാർ ഫയൽ ഡിപ്ലോയ് ചെയ്യുന്നതും ക്രിയേറ്റ് ചെയ്യുന്നതും ഡിപ്ലോയ് ചെയ്ത് നോക്കാം. ജാർ ഫയൽ എന്താണ്, വാർ ഫയൽ എന്താണെന്ന് ആദ്യം നോക്കാം. ജാർ ഫയൽ എന്ന് വെച്ചാൽ ഒരു പാക്കേജ് ഫയൽ ഫോർമാറ്റ് ആണ്. അതായത് നമ്മൾ ചെയ്ത ക്ലാസ്സസും മെറ്റാഡാറ്റയും ലൈബ്രറീസ് റിസോഴ്സിലൊക്കെ നമ്മൾ കമ്പൈൽ ചെയ്ത് ഒറ്റൊരു ഫയലാക്കുന്നതിനാണ് ജാർ എന്ന് പറയുന്നത്, ജാർ പാക്കേജിംഗ് എന്ന് പറയുന്നത്. അതായത് സിപ്ഡ് ഫയൽ നമ്മൾ കാണാറില്ലേ, സിപ്ഡ് ഫയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ മെമ്മറി റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിട്ട് ഇപ്പൊ നമ്മൾ സെൻഡ് ചെയ്യുമ്പോഴൊക്കെ ലെങ്തി അല്ലെങ്കിൽ മെമ്മറി കൂടുതലുള്ള സൈസ് കൂടുതലുള്ള ഫയൽ സെൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ അതിനെ എന്താക്കും, അത് സൈസ് റിഡ്യൂസ് ചെയ്യാൻ, അതൊന്നും പോസിബിൾ ഡിലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളിനെ കംപ്രസ് ചെയ്ത് സെൻഡ് ചെയ്യും. അപ്പൊ അതുപോലെ നമ്മൾ ചെയ്ത ഈ ഒരു ആപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ ആദ്യം ജാർ പാക്കേജ് അല്ലെങ്കിൽ വാർ പാക്കേജ് ആക്കും. ജാർ പാക്കേജ് തന്നെ ക്ലാസ് ഫയൽസ് ആണ് മെയിൻ ആയിട്ട് ജാർ പാക്കേജ് ആക്കുന്നത്. ഡോട്ട് ക്ലാസ് ഫയൽസ്, ജാവ ലൈബ്രറീസ് ആൻഡ് ആപ്ലിക്കേഷൻസ് ഒക്കെയാണ് ജാർ പാക്കേജിംഗ് എന്ന് പറയുന്നത്. അത് ക്യാൻ ഓൾസോ ക്രിയേറ്റ് ജാർ ഫയൽ IDE വഴിയും അല്ലെങ്കിൽ കമാൻഡ് ലൈൻ വഴിയും നമുക്ക് എന്ത് ചെയ്യാം, ജാർ പാക്കേജിംഗ് ക്രിയേറ്റ് ചെയ്യാം. അപ്പം ജാർ ഈസ് എ പാക്കേജ് ഫയൽ ഫോർമാറ്റ്. ദ ഫയൽ എക്സ്റ്റൻഷൻ ഓഫ് ജാർ ഫയൽ ഈസ് .jar. അതിന്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് .jar ആയിരിക്കും. ആൻഡ് മേ കണ്ടെയ്ൻ ലൈബ്രറീസ്, റിസോഴ്സസ് ആൻഡ് മെറ്റാഡാറ്റ. ജാർ ഫയലിനകത്ത് ലൈബ്രറീസ് ഉണ്ടാവും, റിസോഴ്സസ് ഉണ്ടാവും, ആൻഡ് മെറ്റാഡാറ്റ, ഡാറ്റയാണ് മെറ്റാഡാറ്റ ഉണ്ടാവും. ബേസിക്കലി ഇറ്റ് ഈസ് എ സിപ്ഡ് ഫയൽ കണ്ടെയ്നിങ് ദ കംപ്രസ്ഡ് വേർഷൻ ഓഫ് ഡോട്ട് ക്ലാസ് ഫയൽസ്. അതൊരു സിപ്ഡ് ഫയൽ ആയിരിക്കും, അതായത് നമ്മുടെ സൈസ് കംപ്രസ് ചെയ്ത് റെഡ്യൂസ് ചെയ്തിട്ടുള്ള സിപ്ഡ് ഫയൽ ആയിരിക്കും. ഓക്കെ, അത് നമുക്ക് ID ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് എൻവയോൺമെന്റ് വെച്ചിട്ട് നമുക്ക് ജാർ ഫയൽ ക്രിയേറ്റ് ചെയ്യാം. ഇതാണ് ആഫ്റ്റർ എക്സിക്യൂഷൻ വാർ ഫയൽ എക്സിക്യൂട്ട് ചെയ്ത ശേഷം നമുക്ക് കിട്ടുന്നത് ഇതുപോലത്തെ ഒരു ഫയൽസ് ആയിരിക്കും. കുറെ സബ് ഫോൾഡേഴ്സ് ആയിട്ട് അത് ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ദെൻ അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന കമാൻഡ് ആണ് ജാർ CF നെയിം. നമ്മൾ കമാൻഡ് ലൈൻ ആണ് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ ജാർ സ്പേസ് CF നെയിം ഓഫ് ദ ഫയൽ ആണ്. നെയിം ഫയൽ ഉദ്ദേശിക്കുന്നത് ഇൻപുട്ട് ഫയൽ ഓഫ് S. ഇവിടെ C എന്ന് പറയുന്നത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമാൻഡ് ആണ്. ഓപ്ഷൻസ് യൂസ് ടു ക്രിയേറ്റ് ജാർ ഫയൽ. F ഓപ്ഷൻ സ്പെസിഫൈ ദ ഔട്ട്പുട്ട് വിച്ച് ഗോസ് ടു ദ ഫയൽ. ഈ ഇതിന്റെ ഔട്ട്പുട്ട് ഏത് ഫയലിലോട്ടാണ് പോകണം എന്നുള്ളത് ഫോളിന്റെ കാര്യം സ്പെസിഫൈ ചെയ്യുന്ന F ഓപ്ഷൻ ആണ്. നെയിം ഫയൽ നെയിം ഫോർ ജാർ ഫയൽ. ജാർ ഫയലിന്റെ പേരാണ് നെയിം ഫയൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജാർ ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഫയൽ. പിന്നെ നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന ഫയൽസ് ഉണ്ടല്ലോ, ക്ലാസ്സസും അതുപോലെ ലൈബ്രറീസ് ഒക്കെ, അതാണ് ഇൻപുട്ട് ഫയൽസ്. അത് കുറെ വരും, അത് സെപ്പറേറ്റ് ചെയ്ത് കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ കൊടുക്കുന്നു. അതിന്റെ എല്ലാം കംപ്രസ് ചെയ്തൊരു ജാർ ഫയൽ ആക്കി മാറ്റുകയാണ് ചെയ്യാം. വാർ പാക്കേജിംഗ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് യൂസ് ടു പാക്കേജ് വെബ് ആപ്ലിക്കേഷൻ ക്യാൻ ബി ഡിപ്ലോയിഡ് ഓൺ എനി സെർവ്ലെറ്റ് ഓർ JSP കണ്ടെയ്നർ.
ജാർ പോലെയല്ല. വാർ പാക്കേജ് എന്ന് പറഞ്ഞാൽ അതുപോലെ കംപ്രസ് ചെയ്യാൻ തന്നെയാണ്, പക്ഷെ ഇവിടെ കംപ്രസ് ചെയ്യുന്നത് വെബ് അപ്ലിക്കേഷൻസ് ആണ്, വെബ് അപ്ലിക്കേഷൻസിനെയാണ്. വാർ പാക്കേജ് കമ്പൈൻസ് ഓൾ ദ ഫയൽസ് ഇൻ സിംഗിൾ യൂണിറ്റ്. എല്ലാ ഫയൽസിനും സിംഗിൾ യൂണിറ്റ് ആക്കുന്നു. ഇറ്റ് മേ കണ്ടെയ്ൻ JSP, servlet, XML, images, HTML pages, CSS files, etc. അപ്പോൾ ജാവ സെർവർ പേജസും സെർവ്ലെറ്റും ഒക്കെയാണ് മെയിൻ ആയിട്ട് വാർ ഫയൽ ആക്കാറ് നമ്മൾ. XML, എക്സ്റ്റൻസീവ് മാർക്കപ്പ് ലാംഗ്വേജ്, ഇമേജസ്, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് ഒക്കെയാണ് വാർ പാക്കേജിങ് ആക്കാറ്. ഇറ്റ് ടേക്ക് സ്മോളർ എമൗണ്ട് ഓഫ് ടൈം വൈൽ ട്രാൻസ്ഫറിംഗ് ഫയൽ ഫ്രം ക്ലയന്റ് ടു സെർവർ. ഇങ്ങനെ നമ്മൾ വാർ ഫയൽ ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് നമുക്ക് ക്ലയന്റിന്റെ സെർവറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. എക്സ്റ്റൻഷൻ ഓഫ് വാർ ഫയൽ ഇസ് ഡോട്ട് വാർ. ക്രിയേറ്റ് വാർ ഫയൽ, നമ്മൾ ജാർ ഫയൽ ക്രിയേറ്റ് ചെയ്ത പോലെ വാർ ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് JDK ഓർ ID യൂസ് ചെയ്യാം. അപ്പൊ നമ്മളൊരു വാർ ഫയൽ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് കൊടുക്കുന്ന കമാൻഡ് ഇങ്ങനെയാണ്: jar-cvf project name dot var എന്നാണ്. ഇവിടെ C എന്ന് പറയുന്നത് ക്രിയേറ്റ് ഫയൽ ഓപ്ഷൻ ആണ്. C ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്ന കമാൻഡ് ആണ്. -C എന്ന് പറയുന്നത്. -V എന്ന് പറയുന്നത് ജനറേറ്റ് വെർബോസ് ഔട്ട്പുട്ട്, അതായത് ഔട്ട്പുട്ടിന്റെ എക്സ്പ്ലനേഷനോട് കൂടി ഔട്ട്പുട്ട് പറയും. എന്താണ് ഔട്ട്പുട്ട് വന്നത് എന്നുള്ളതിന്റെ എക്സ്പ്ലനേഷൻ ആണ് -V എന്ന് പറയുന്നത്, വെർബോസ് എന്ന് പറഞ്ഞാൽ. -F ടു സ്പെസിഫൈ ദ archive ഫയൽ നെയിം ആണ്. ആൻഡ് സ്റ്റാർ സിംബൽ ഇൻഡിക്കേറ്റ് ദാറ്റ് ഓൾ ദ ഫയൽസ് ഓഫ് ദിസ് ഡയറക്ടറി. ആ ഡയറക്ടറിയിൽ വരുന്ന എല്ലാ ഫയലിനെയും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് സ്റ്റാർ വെച്ചാണ്. സ്റ്റാർ സിംബൽ ഇൻഡിക്കേറ്റ് ദാറ്റ് ഓൾ ദ ഫയൽസ് ഓഫ് ദിസ് ഡയറക്ടറി. അപ്പോൾ നമ്മളിങ്ങനെ കമാൻഡ് പ്രോംപ്റ്റിലാണ് ആ ഒരു കമാൻഡ് കൊടുക്കുക. അവിടെ നോക്കി കാണും നമ്മൾ ഇവിടെ -cvf project dot var -cvf project dot var star എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു വാർ ഫയൽ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. ക്രിയേഷൻ പ്രോസസ്സിന്റെ സ്റ്റെപ്സ് ആണ്. ദെൻ ഡിപ്ലോയ് ചെയ്യുന്നത്. വാർ ഫയൽ ക്യാൻ ബി ഡിപ്ലോയിഡ് ബൈ പ്ലേസിംഗ് ദ വാർ ഫയൽ സ്പെസിഫിക് ഫോൾഡർ. അപ്പൊ സെർവറിന്റെ സ്പെസിഫിക് ഫോൾഡറിൽ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ വാർ ഫയൽ ഡിപ്ലോയ് ചെയ്യാം. അങ്ങനെയാണ് ഡിപ്ലോയ് ചെയ്യുക. ഡിപ്ലോയ് ചെയ്ത ഫയൽസിന് നമ്മൾ സിപ്പാക്കി വെക്കുകയാണ് ചെയ്തത്. അതിനെ കംപ്രസ് ചെയ്ത് സെൻഡാക്കിയ ചെയ്തത്, സിപ്പ് ഫയൽ ആക്കുക ചെയ്തത്. അതിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് jar -xvf പ്രൊജക്റ്റ് നമ്മൾ എന്താണോ നമ്മൾ ആ വാർ ഫയലിന്റെ പേര് കൊടുത്തത് ആ വാർ ഫയൽ വിത്ത് വാർ എക്സ്റ്റൻഷനിൽ കൊടുത്ത് .var എന്നുള്ള എക്സ്റ്റൻഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഫയലിലുള്ള കാര്യങ്ങൾ റിട്രീവ് ചെയ്യാൻ എക്സ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇത്രയാണ് നമ്മൾ യൂണിറ്റ് 1 വരുന്നത്. ഇത്രയും കണ്ടന്റ് ആണ് യൂണിറ്റ് 1 വരുന്നത്. ബ്ലോക്ക് 1 യൂണിറ്റ് 1 അതിൽ വരുന്ന മെയിൻ ക്വസ്റ്റ്യൻസ്, അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാം. മെയിൻ ആയിട്ട് ഡിസൈൻ പാറ്റേൺ തന്നെയാണ്. ഡിസൈൻ പാറ്റേൺ റിപ്പീറ്റഡ് ആയി ചോദിച്ചിട്ടുണ്ട്. അതുകൂടാതെ അതിന്റെ അഡ്വാൻറ്റേജസ് ഓഫ് പാറ്റേൺ യൂസ് ചെയ്യുന്നതിന് കൊണ്ടുള്ള, അതായത് ഈ ഡിസൈൻ പാറ്റേൺ യൂസ് ചെയ്തതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ്. വാട്ട് ഈസ് ഡിസൈൻ പാറ്റേൺ, വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് പാറ്റേൺസ്. പിന്നെ നമ്മൾ ചോദിച്ചിരിക്കുന്നത് കണ്ടോ, UML ഡയഗ്രാം ഫാക്ടറി ഡിസൈൻ പാറ്റേൺ ആണ്. നമുക്ക് പഠിച്ച ഫാക്ടറി ഡിസൈൻ പാറ്റേൺ ആണ് ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത്. പിന്നെ J2E നമ്മൾ ആ ഡയഗ്രാമാറ്റിക്കലി പഠിച്ചായിരുന്നു. അതിന് ക്ലയന്റ് ആ ഒരു J2E എന്നുള്ള ആ ഒരു പോർഷൻ, അതിന്റെ ഡിഫറെന്റ് ലെയേഴ്സ് ഒക്കെ, കമ്പണന്റ്, കണ്ടെയ്നേഴ്സ്, കാര്യങ്ങളൊക്കെ വെച്ച് വരുന്ന ആ ഒരു ടോപ്പിക് ആണ് മെയിൻ, ഇമ്പോർട്ടന്റ് ആണ് J2E എന്ന് പറയുന്നത്. അത് പ്രീവിയസ് ആയിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. 2022-ലും 2023 ഡിസംബറിലും ചോദിച്ചിട്ടുണ്ട്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ വെബ് സെർവർ ആൻഡ് വെബ് കണ്ടെയ്നർ. ക്രിയേഷൻ ഡിസൈൻ പാറ്റേൺ എന്താണ്, റൈറ്റ് ദെയർ യൂട്ടിലിറ്റി. അപ്പൊ നിങ്ങൾക്ക് ക്രിയേഷൻ ഡിസൈൻ പാറ്റേണിനെ കുറിച്ച് ഡിഫറെന്റ് ക്രിയേഷൻ ഡിസൈൻ പാറ്റേൺസ് പറഞ്ഞായിരുന്നു. അതാണ് ഇവിടെ എഴുതേണ്ടത്. വാട്ട് ഈസ് ഡിസൈൻ പാറ്റേൺ, അഗെയിൻ റിപ്പീറ്റഡ് സെയിം ക്വസ്റ്റ്യൻ, December 2022. യൂസ് ഓഫ് സിംഗിൾട്ടനെ കുറിച്ച്, ഫാക്ടറി ഡിസൈനെ കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുക. ബാക്കിയൊക്കെ ഡിസൈൻ പാറ്റേൺ എന്ന് പറയുന്നത് ബ്രീഫ് ആയിട്ട് ചോദിക്കുകയും ചെറിയ ചെറിയ പോയിന്റ്സ് ആയിട്ട് എഴുതിയേ വേണ്ടുള്ളൂ. പക്ഷെ സിംഗിൾട്ടൺ ആൻഡ് ഫാക്ടറി ഡിസൈൻ എന്ന് പറയുന്നത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാൻ പറ്റും. കോഡിംഗ് അല്ലെങ്കിൽ UML ഡയഗ്രാം ഒക്കെ പഠിക്കുക തന്നെ വേണം. ഇത്രയാണ് ഈ ഒരു യൂണിറ്റ് 1 നിന്ന് വന്ന ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത യൂണിറ്റ് 2 ആയിട്ട് അടുത്ത സെഷനിൽ കാണാം. താങ്ക് യു.